ഫോട്ടോ എല്ലാവരും സെൻഡ് ചെയ്യണേ. എന്തുവാണ് ഇത്, ആകാശത്തു നിന്നൊക്കെയാണോ പൈസ മേടിക്കുന്നത്? ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടല്ലോ, വൈറ്റിലെ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആർക്കെങ്കിലും പൈസ കൊടുക്കുമല്ലോ, അത് പെട്ടെന്ന് വെളിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഇപ്പുറത്ത് അനീഷ് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായില്ല എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുതലാളി ഹെലികോപ്റ്ററുള്ളതാണോ പ്രശ്നം? കുറച്ച് ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ കൊണ്ടല്ല, പൈസ കൊടുത്തൊക്കെ നല്ല കാര്യമായിരിക്കും. കാരണം പുള്ളി ഒരു കോമണറായിട്ട് വന്നു, ജയിച്ചു. പൈസ കൊടുക്കാതൊക്കെ ആ ഗ്രൂപ്പിൻ്റെ മെയിൻ ആൾക്കാർക്ക് തീരുമാനിക്കാം. ഇദ്ദേഹം സെക്കൻഡ് പ്രൈസ് വന്നപ്പോൾ ഇതേ മുതലാളി അതിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു, അവിടെ വെച്ച് പ്രഖ്യാപിച്ചില്ല. പിന്നീട് ഇയാൾക്ക് കുറച്ച് കണ്ടന്റ് അല്ലെങ്കിൽ ആൾക്കാർ കുറച്ച് തിരിച്ചറിയുന്ന ആൾക്കാർ കുറച്ച് ഇയാൾക്കാണ് സമ്മാനം കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുതലാളി വന്ന് കുറേ വീഡിയോസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വെനീഷ്യ വാടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചൊരുമാതിരി ഇവിടെ കണ്ടായിരുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട് വിളിക്കുന്നു, കാലേ വീഴുന്നു. നേരെ ക്യാമറ നോക്കി പറയാൻ. 10 ലക്ഷം മേടിക്കാൻ വരുമ്പോൾ കാലേ വീഴുന്നു, 10 ലക്ഷം മേടിച്ചിട്ട് കാലേ വീഴുന്നു. ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് പോലുള്ള ഇതിലൊക്കെ പോകുന്നവർക്ക് ഒരു സ്വയം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളവിടെ നിലകൊള്ളുന്ന ഒരു ഇതുണ്ട്. അതിങ്ങനെ പൈസ വരുമ്പോൾ കാലേ വീണ്, പൈസ വരുമ്പോഴല്ല കാലേ വീഴേണ്ടത്. അതിന് പകരം ഇദ്ദേഹം ഒരു എന്താ പറയുക, വിദ്യ പകർന്നു തരുന്ന ആളോ അങ്ങനെയൊക്കെ വരുന്ന ആശാന്മാരുടെ അടുത്ത് പോകുന്ന പോലെ അല്ല പൈസ എന്നതിൻ്റെ സ്നേഹം കാലേ വീണല്ല കാണിക്കേണ്ടത്. ഫിയർ എ ജെന്റിൽമാൻ, കൈയിങ്ങനെ കൊടുത്തിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യാം, ഹഗ് ചെയ്യാം. പിന്നെ പൈസ തരുന്നതിൻ്റെ ഔചിത്യബോധം പോലെയാണല്ലോ ഹെലികോപ്റ്ററിനകത്തിരിക്കുമ്പോൾ പുറത്തുനിന്ന് കൈയിടണം, തലയിട്ട് നോക്കുമ്പോൾ കാണിക്കണം എന്നൊക്കെ പറയുമ്പം കാശ് കൊടുത്താലും അല്ലെങ്കിലും വേഷം കെട്ടും. അപ്പം ഇവിടെ മനസ്സിലാക്കിയത് വേറൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ അവൻ്റെ ദാരിദ്ര്യത്തെ അവനെ വേഷം കെട്ടിച്ച് കോമാളിയാക്കി പൈസ കൊടുത്തുകൊണ്ട് ജയിച്ചത് കാണാൻ നല്ല രസമുണ്ട്. അത് പറയണം, അത് മറ്റു പലർക്ക് ഇല്ലാണ്ട് പോയി. ഈ അനീഷിനോട് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം വന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മറ്റേ സൈഡിലെ ആൾക്ക് ഇച്ചിരി പൈസ ഉണ്ടെന്നും അല്ലെങ്കിൽ സീരിയലോ പരിപാടികളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വന്നൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ആളുടെ ഷോ ഞാൻ കണ്ടിട്ട് എനിക്ക് അത്ര ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ആസ് എ കോമണർ എന്താണ് ചെയ്തതെന്നല്ല, കണ്ടന്റായിട്ട് വലിയ പറയത്തക്ക ഉണങ്ങണ കണ്ടു എന്ന് പറയുന്നു. പുറത്തിറങ്ങിയിട്ട് അതേപോലെ ഉണങ്ങണ കണ്ടു കണ്ണടച്ച് കിടക്കണ കണ്ടു എന്ന് 10 പ്രാവശ്യം പറഞ്ഞ ഒരു അരോചകത്വം വളർത്തുന്നല്ല, അതിനപ്പുറത്തോട്ട് എനിക്ക് കണ്ടില്ല. ചിലപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പുള്ളിയെ സ്നേഹിക്കുന്ന, പുള്ളിയെ ആരാധിക്കുന്ന ഫാൻസുകൾ ചിലപ്പോൾ ഒന്ന് പറയായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. അതിനകത്ത് അത്ര ഷോയിൽ അത്ര വലിയ സംഭവകരമായിട്ടൊന്നും തോന്നിയില്ല. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ അയാൾക്ക് വേണ്ടി ഞാൻ പറയാൻ വെച്ചത് ഇതാണ്, ഒരു തരം എന്താ പറയുക, അയാളെ തീർത്തും അങ്ങ് ഒരു മോശക്കാരനാക്കിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് വീണ്ടും അതൊരു വിഷമം തോന്നി. കാരണം നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ചിലർക്ക് ഭിക്ഷ എടുത്ത് കൊടുക്കുന്ന പോലെ ഹെലികോപ്റ്ററിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നു, കാലേ വീഴുന്നു. ഇറ്റ് ഈസ് സോ ഡ്രമാറ്റിക്, കുറച്ച് ഓവറായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ബാക്കി യുവർ ചോയ്സ്.